സംഭവം കളിയും തമാശയും ചിരി ഇങ്ങനെയൊക്കെ ആണെങ്കിലും നാളെ സുലൈമാൻ മാഷ് മേൽപ്പത്തൂർ പറഞ്ഞ ഒരു കഥ ഇങ്ങനെ ഓർക്കുകയാണ്. ഒരു റോട്ടിൽ ഒരു അപകടം നടക്കുകയാണ്. ഒരു ഓട്ടോറിക്ഷ ഒരു ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച്. ആരും അവിടെ ഇല്ല, പീടികൾ ഒന്നുമില്ല. ഈ വാർത്ത കേൾക്കുന്നത് ഒരു 3-4 ചെറുപ്പക്കാര് ഒരു റോഡ് സൈഡില് തമാശയും പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഓവാലം കമ്മിറ്റിന്ന് അവരെ വിളിക്കുക, അവരെപ്പോഴും കളിയാക്കലാണ് സുലൈമാൻ മാഷും ഞാനടക്കം പറഞ്ഞിരുന്നത്. പക്ഷെ അവരാണ് ആദ്യം ഓടി വന്നത്. ഈ പാവം അപകടത്തിൽപ്പെട്ട അവരെടുത്ത് താങ്ങി പിടിച്ച് ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ഇവന്റെ സ്വന്തം രക്തം കൊടുത്തു, ഒരാളിൽ ഒരു രക്തം കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വിളിച്ചു പറയുന്നത്, ഇതാ ഉമ്മ മോൻ ഇവിടെ ഉണ്ട്. ഒരു ബൈക്ക് ഓടിച്ച പയ്യനായിരുന്നു, ഇവിടെ ഉണ്ട്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അവൻ കണ്ണു തുറന്നു വരിയുന്നു. എങ്ങനെയുണ്ട്? ഒരു വല്ലാത്ത പരിപാടിയാണ് അതൊക്കെ. അതൊന്നും ഒരു വിലമതിക്കാൻ പറ്റൂല, അല്ലെ, അടക്കാൻ പറ്റൂല. ആ വാപ്പയമ്മയും വന്നിട്ടുണ്ട്, ഒരു കരച്ചിൽ, ഇപ്പൊ ഒരു കുഴപ്പമില്ലട്ടാ, ഞാനിവിടെ ഉണ്ട്. അന്ന് പൂർണ്ണമായി ആ കുട്ടി അവിടെ ഇരുന്നു. അത്രേ. അവന്റെ അത് ആരുമല്ല, റോട്ടിൽ കിടക്കുന്ന ഏതോ ഒരു അപരിചിതൻ. അപ്പൊ ഇതൊക്കെ ഒരുപാട് നന്മയുണ്ട് ഈ പാവങ്ങളെപ്പോലുള്ള മക്കൾക്ക്. അതിന്റെ ഉള്ളിൽ ആ സാധനം ഉണ്ടാകും. ഒരാളെ സഹായിക്കുക, ഒരാളെ വേദന ഒപ്പിയെടുക്കുക, അവനെന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുക, ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം അവനാന്റെ കാര്യം മറക്കരുത്, സ്വന്തം കാര്യം മറക്കരുത്. നാളെ ഒരു പറ്റം കുട്ടികളും ഇങ്ങനെ വന്നിട്ട് ഇവിടെ കോട്ടക്കൽ താഴത്ത് വലിയൊരു സ്ഥാപനം ഉണ്ട്, ഞാൻ പറയില്ല, പേര് പറയില്ല, അവിടെ പോയി ഒരു പിരിവ് നടത്തണം. പിരിവ് ഇങ്ങനെ നടത്തുമ്പോഴാണ് അതിലെ ഒരുത്തൻ ആ പിരിവിന് വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇവിടെ വലിയൊരു എന്തോ ഒരു പ്രോഗ്രാമില് ഒരു അമ്മ വരുന്നുണ്ട്, ഒരു സ്ത്രീ വരുന്നുണ്ട്, അതിനെ സ്വീകരിക്കാനും അതിനൊരു സമ്മാനം കൊടുക്കാനും ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പിരിവൊക്കെ ഉള്ളത്. നല്ല കാര്യമാണ്, ഒരു പൊതുപരിപാടിയാണ്. അപ്പൊ ആ കമ്പനിയിൽ വന്ന അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് ഇങ്ങനെ കണ്ടു ഈ വന്ന 4-5 പേരിൽ ഒരു കുട്ടിനെ. അവനാണ് ഭയങ്കര ജാടാക്കിയിട്ട് പറഞ്ഞു, തരണം, 1000 ഇല്ലാതെ ഞങ്ങൾ പോകൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അവൻ എങ്ങനെ വിളിച്ചു, നീ എത്ര ദിവസമായി ഇപ്പൊ എന്റെ വീട്ടിൽ പോയിട്ട് ചോദിച്ചു. എന്താ അങ്ങനെ ചോദിച്ചു? നിന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിലാണ്, നീ പോയിട്ടുണ്ടോ? ആദ്യം പോടാ സ്വന്തം അമ്മന്റെ അടുത്തേക്ക്, എന്നിട്ട് മതിയുടെ നാട്ടുകാരുടെ അമ്മാണോ ഒറ്റ അടിച്ചോടിപ്പിച്ചെന്ന് പറഞ്ഞു. ഇങ്ങനെ കുറെ കുട്ടികളുണ്ട്. നാട്ടുകാരുടെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധ, സ്വന്തം വീട്ടുകാർക്ക് ഒരു ശ്രദ്ധയില്ലാത്ത. അപ്പൊ അതും കൂടെ ഞാൻ ഇടയിൽ പറഞ്ഞു എന്ന് മാത്രം. അവനവന്റെ വീട്ടിലും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ എന്നും പറയാറുള്ള ഒരു കാര്യം, നിങ്ങൾ കുറച്ചും കൂടി ഗ്രാമങ്ങളിലെ ഡേ ടു ഡേ കാര്യങ്ങളിൽ ഫ്രീ ആവുമ്പോൾ ഒന്ന് ഇടപെടണം. എന്താണ് പോസ്റ്റ് ഓഫീസ്, എന്താണ് അത്, എന്തിനുള്ളതാണ്, ബാങ്കിൽ എങ്ങനെ പോവുക, ഒരു അക്കൗണ്ട് എങ്ങനെ തുടങ്ങുക, ഒരു റേഷൻ കടയിൽ എങ്ങനെ പോവുക, അവിടുന്ന് എങ്ങനെയാണ് സാധനം മേടിക്കുക, അവിടെ എങ്ങനെ തമ്പ് വെച്ചു കൊടുക്കുക, അവിടെ എങ്ങനെ പാസ്വേഡ് കൊടുക്കല്, ഈ അരിയൊക്കെ എങ്ങനെയാണ് പൊന്തിച്ച് പിടിക്കുക, മീൻ മാർക്കറ്റിക്ക് എങ്ങനെ പോവുക, പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉമ്മാനെ സഹായിക്കുക, കറണ്ട് ബില്ല് എത്രയാണ് എന്നീ കാര്യങ്ങൾ ഒരു കുട്ടിയും ഇപ്പൊ തൊട്ട് തീണ്ടാറില്ല. അതൊക്കെ തന്തവൈബായി മാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പൊ കേൾക്കണത്. പ്ലീസ് ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത്. ഒഴിവ് കിട്ടുമ്പോ ഞാൻ എൻ്റെ 3 മക്കളെ ശീലിപ്പിച്ചിട്ടുണ്ട്, ഞാനത് പറഞ്ഞല്ലോ, എനിക്കുണ്ട് നിങ്ങളുമായിട്ട് കുട്ടികള്. അതുകൊണ്ട് ആദ്യ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും എന്താക്കണം, ഒന്ന് പ്രാക്ടീസ് ചെയ്യാം.